മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പം പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ബോഡിയിൽ യൂസ് ചെയ്യുന്ന അതേ മോയ്സ്ചറൈസർ നമുക്ക് ഫേസിലും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഫേസിലെ സ്കിന്നും ബോഡിയിലെ സ്കിന്നും തമ്മിൽ ചെറിയ ഡിഫറൻസസ് ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫേസിലെ സ്കിന്ന് ചില ഏരിയാസിൽ കുറച്ചുകൂടെ തിന്നറും സെൻസിറ്റീവും, അതേപോലെ നല്ലപോലെ സൺ എക്സ്പോഷർ വരാനും പൊല്യൂട്ടൻസിനോട് എക്സ്പോഷർ വരാനും ചാൻസ് ഉള്ളൊരു സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ചില കമ്പനീസ് ഫേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റും ബോഡിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും മാനുഫാക്ചർ ചെയ്യാറുണ്ട്. ഫേസിലേക്ക് മാനുഫാക്ചർ ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സിൽ കുറച്ചുകൂടെ ലൈറ്റർ വെയിറ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ആൻറ്റി ഏജിങ്ങോ അല്ലെങ്കിൽ സൺസ്ക്രീൻ പ്രോപ്പർട്ടീസോ ഉള്ള മോളിക്യൂൾസും അതിൽ അടങ്ങിയിരിക്കും. നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഫേസിലേക്കുള്ള സെപ്പറേറ്റും ബോഡിയിലേക്കുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും യൂസ് ചെയ്യുന്നത് നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ അത് നമുക്ക് അങ്ങനെ നിർബന്ധമായിട്ട് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി സെയിം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ. ആദ്യത്തെ കാര്യം, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് ബോഡിയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ തിക്കായിട്ടുള്ള ക്രീംസ് ആണ്, എസ്പെഷ്യലി കയ്യിലെയും കാലിലെയും അല്ലെങ്കിൽ കൈമുട്ടിലെയും ഒക്കെ കട്ടി കുറയാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീംസ് ആണെങ്കിൽ അത് ഫേസിൽ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ഡോക്ടറോട് ചോദിക്കാം. ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നമ്മൾ സെയിം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കുക, അതായിരിക്കും നല്ലത്. സ്കിൻ കെയറിനെ കുറിച്ചും സ്കിൻ ഡിസീസസിനെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. താങ്ക് യു.